പണത്തിന് മീതെ പരന്തും പറക്കില്ല എന്ന് പറയുന്ന ചൊല്ല് ശരിക്കും പറഞ്ഞാൽ അർത്ഥവത്തുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പണമുണ്ടായാൽ അഹങ്കാരം കൂടുമെന്ന് പറയുന്നതും ആ ഒരു ചൊല്ലും ശരിയല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു പ്രവീണും പ്രണവ് തമ്മിലുള്ള ആ ഒരു ഫാമിലി പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള ഒരു ഫാമിലി പ്രോബ്ലമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ ഇവരുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണ് വലിയ രൂക്ഷമായിട്ട് മാറുന്നത്. അതിലുള്ള ഒരു ഫാമിലി മാറ്റേഴ്സ് മാത്രമാണ് ഇവരുടെ കുടുംബത്തിലും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇത്രയും ചർച്ചാ വിഷയമാകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലി ബ്ലോഗിലൂടെയാണല്ലോ നമ്മൾ ഇവരെ അറിയാൻ തുടങ്ങിയതും. തുടക്കം മുതലേ തന്നെ ഇവരുടെ ബ്ലോഗുകൾ കാണുമ്പോൾ ഒന്ന് അസൂയപ്പെട്ടല്ലാതെ നമുക്കൊന്ന് നോക്കിയിരിക്കാൻ തോന്നത്തില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു ബോണ്ടിങ് ആണ് ഈച്ച് ആൻഡ് എവരി ഫാമിലി തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ റിലേഷൻ, അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അസൂയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള തന്നെയായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും കെമിസ്ട്രികൾ എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി പ്രണവും അതുപോലെ പ്രവീണും തമ്മിലുള്ള ബോണ്ടിങ്ങും, പിന്നെ എടുത്ത് പറയുന്നത് അച്ഛൻ അമ്മ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു. അവരുടെ ആ ഒരു ബോണ്ടിങ് കാണുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തന്നെയാണ്. കാരണം ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി, ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പവർഫുൾ എനർജി കിട്ടുന്ന രീതി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന നേരെ മറിച്ചാണ്. ഒരിക്കലും നെഗറ്റീവ് കമന്റ്സ് കിട്ടാതിരുന്ന ഈ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി വ്ലോഗേഴ്സിന് ഇപ്പോൾ നിരന്തരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയാനെന്ന് വെച്ചാൽ ഒരുപാട് നിരാശകൾ തോന്നിയ ഒരു കമന്റുകൾ തന്നെയായിരുന്നു ഈ ഒരു കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ. അതായത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഈ ഇവരുടെ ബോണ്ടിങ്ങിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ബ്ലോഗിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലും ഒരു സംശയം അല്ലെങ്കിൽ ഒരിക്കലും ഇത് ഇവരുടെ സബ്സ്ക്രൈബർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈവൻ ഞാൻ പോലും ഇവരുടെ ഫാമിലി ബ്ലോഗ്, അതായത് ഈ ബ്ലോഗിന്റെ ആരാധിക തന്നെയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവരുടെ ചാനലിലെ വീഡിയോസും ഇവരുടെ ചാലഞ്ചിങ് വീഡിയോസ്, പിന്നെ ഇവരുടെ ബോണ്ടിങ് തമ്മിലുള്ള ആ റിലേഷൻ. ഓരോ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതിൽ ഫാമിലി ബ്ലോഗേഴ്സ് എന്ന ചാനൽ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു, ഈ പ്രണവും പ്രവീൺ ചാനൽ തന്നെയാണ്. അത്രയ്ക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഫാമിലി വ്ലോഗ് കാണുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കരമായിട്ട് ഒരു നമ്മൾ അറിയാണ്ട് തന്നെ അവരുടെ ആ അങ്ങ് ഇരുന്ന് പോകും. അത്രയ്ക്ക് നല്ല പ്രസന്റേഷനും കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവരുടെ ആ വ്ലോഗുകൾ. ആദ്യം നമുക്ക് അറിയാമായിരുന്നല്ലോ അച്ഛൻ അമ്മ പ്രവീൺ പ്രണവ് ഇവർ 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വ്ലോഗ് അല്ലെ. അതിന് മുന്നേ തന്നെ പ്രവീണും പ്രണവും ഡാൻസ് റീൽസിലൂടെയാണ് നേരെ ആദ്യം വന്നത്. അതായത് ടിക്ടോക്കിലായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരുന്നതും. പിന്നെ ഈ ടിക്ടോക്ക് ബാൻ ചെയ്തതോടുകൂടിയാണ് ഇവർ ഈ യൂട്യൂബിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതോടുകൂടി തന്നെ ആരാധകർ, അതായത് സബ്സ്ക്രൈബേഴ്സും ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. പിന്നാലെയാണ് ഇവർ ഫാമിലി വ്ലോഗ്സുകൾ ചെയ്തു തുടങ്ങിയതും. ഫാമിലി വ്ലോഗ്സ് ചെയ്തപ്പോൾ തന്നെ അച്ഛൻ അമ്മ ഇവരുടെയും കൂടെ ആ ഒരു ബോണ്ടിങ് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഇതിൽ ഒരു ജീവൻ വെച്ചതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ചാനലിൽ. വെച്ചടി തന്നെയായിരുന്നു ഇവരുടെ ഈ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ട് വന്നിരുന്നതും. ആ ഒരു ഫാമിലിയിലേക്കാണ് പിന്നെ മൃദുലയുടെ എൻട്രി. മൃദുലയും ഇതേ വൈബോട് കൂടി തന്നെയായിരുന്നു ഈ ഒരു ചാനലിൽ ചാലഞ്ചിങ് വീഡിയോസ് ചെയ്തിരുന്നാലും ഈ ഒരു വ്ലോഗുകൾ ചെയ്തിരുന്നിട്ട് പോലും നമുക്കും അതിലൊരു സെപ്പറേറ്റ് ആണ് എന്ന് തോന്നിയിട്ടില്ല. കാരണം അതേ വൈബോട് കൂടി തന്നെയായിരുന്നു മൃദുലയും ഇതിൽ ജോയിൻ ചെയ്തത്. ഇവരുടെ ഫാമിലി എടുത്ത് നോക്കുവാണെങ്കിൽ മൃദുലയെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിരുന്നതും. അപ്പൊ വളരെ നല്ലൊരു സ്നേഹബന്ധത്തിലൂടെ തന്നെയായിരുന്നു ഈ ഒരു ചാനൽ മുന്നോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി വ്ലോഗ്സ് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പ്രവീൺ പ്രണവ് തന്നെ. കാരണം അവരുടെ വ്യൂവർഷിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം മില്യൺ കണക്കിനുള്ള വ്യൂസ് ആണ് ഇവരിടുന്ന ഓരോ വീഡിയോയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫാമിലിയിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത് മലയാളികൾക്ക് ഭയങ്കര നിരാശ തോന്നിയ ഒരു സംഭവം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു ഫാമിലി ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ദുരന്തത്തെക്കാളൊന്നും വലിയ സംഭവമൊന്നും അല്ലല്ലോ. നമ്മൾ വയനാട് ദുരന്തത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുമാത്രം കുടുംബങ്ങൾ നഷ്ടമായി, അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഇവരുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവർക്ക് ഇതൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് എല്ലാ ഫാമിലിയിലും ഉള്ളതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരുടെ ഫാമിലിയിലും ഉള്ളത്. ഇത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് തീരാവുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ വലിയ രീതിയിൽ ഒരു ഭാഗത്ത് നിന്ന് പ്രവീണും മൃദുലയും കൂടെ വീഡിയോ ചെയ്യുന്നു, മറുഭാഗത്ത് കൊച്ചു. അത് നമുക്കത് അറിയാം, അത് അവരുടെ ഗതികേട് കൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ ചെയ്തത് എന്ന്. പക്ഷെ ആ ഗതികേടിനുള്ള കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ ഇവര് തന്നെയാണ്. നമുക്കറിയാം ഇവരുടെ വീഡിയോ എപ്പോഴും വരുമ്പോഴും ഇവരുടെ ഫാമിലിയോട് കൂടി തന്നെയാണ് ഇവർ വീഡിയോ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് മൃദുലയുടെ ആ ഒരു പ്രസവ സമയത്ത് എന്തിന് പ്രവീൺ വീഡിയോ ഇടാൻ പോയത്?
അവരുടെ ഫാമിലി ഇല്ലെങ്കിൽ അപ്പൊ പ്രവീണിനെ തന്നെ അത് ചിന്തിക്കാമായിരുന്നു. കാരണം ഈ ഒരു വ്ലോഗ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി വീഡിയോ ഇടുമ്പോൾ തന്നെ ഇതില് ഫാമിലീസ് ഇല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഈ പ്രവീണിന് അറിയാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോയത്? അല്ലെങ്കിൽ പോട്ടെ, മൃദുല പ്രസവിച്ചു എന്നുള്ള വിവരം, ആ ഒരു സന്തോഷ വിവരം ഒരു ചുരുക്കത്തിൽ തന്നെ അത് ഒരു ചേർത്തൊരു ഹാപ്പി മൊമെന്റ്സ് എന്നുള്ള രീതിയിൽ അത് ചെയ്യാമായിരുന്നു. എന്നാൽ പ്രവീൺ അവിടെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ വീഡിയോസിലെല്ലാം ഈ ഒരു ഫാമിലിയെ കാണാത്തത് കൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിന് ഇത്രയധികം കമന്റുകളിലൂടെ അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും പ്രശ്നം വലുതാവാനുള്ള കാരണം ഈ ഒരു റിയാക്ട് ചെയ്യുന്ന ആളുകളല്ല, ഇതിലെ കമന്റ് സെക്ഷൻ തന്നെയാണ്. കമന്റ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം അവരുടെ ഓരോ ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയേണ്ട ബാധ്യത. കാരണം അവർ എല്ലാ ഹാപ്പി മൊമെന്റ്സും എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അച്ഛനും അമ്മ അല്ലെങ്കിൽ കൊച്ചു ഇവരൊന്നും ഈ ഒരു വീഡിയോയിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഇവർ തന്നെയായിരുന്നു. അതിനുള്ള ഇട വരുത്താതെ തന്നെ ഈ ഒരു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ നല്ല ഹേറ്റേഴ്സ് കമന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമം ഒന്നും നടന്നില്ല. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ കൊണ്ട് കമന്റ് സെക്ഷൻ നിറഞ്ഞപ്പോൾ തന്നെയാണ് ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായത് തന്നെ. എന്നാൽ അതിനൊക്കെ ഉപരി ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രവീണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു. അതിലാണ് കാര്യങ്ങൾ എത്ര ഗുരുതരമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. പക്ഷെ എത്ര ഗുരുതരമായിരുന്നാൽ അതൊരു ഫാമിലി പ്രോബ്ലം ആണ്. ആ ഒരു ഫാമിലി പ്രോബ്ലം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എക്സ്പെഷ്യലി ഇപ്പോൾ പ്രവീൺ പ്രണവ് ആ ഒരു കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ എല്ലാ ഫാമിലീസിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇവരുടെ ഫാമിലീസിലും ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത്ര ഫെയിം ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇവരുടെ വീഡിയോയിൽ അവർ ഫാമിലീസ് ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമായത്. ഈ ഒരു ലാസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പ്രവീണ് പറഞ്ഞ ഒരു ഒറ്റ വാചകമാണ് ശരിക്കും പറഞ്ഞാൽ നേരെ ഈ മറ്റുള്ള, അതായത് ഇവരുടെ അച്ഛനും അമ്മ അതുപോലെ കൊച്ചുവിനെതിരെ തിരിയാനുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറായി തിരിയാനുള്ള മെയിൻ കാരണമായത്. അതായത് തന്റെ കൊച്ചിന് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ പ്രവീണിന്റെ ഒരൊറ്റ വാചകം കൊണ്ട് മാത്രമാണ് ഇത് കുറച്ചുകൂടെ അങ്ങ് ചർച്ചയായതും അതുപോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന റോളില് ഇവര് മാറപ്പെടുകയും ചെയ്തത്. ഈ കൊച്ചും അതുപോലെ അച്ഛനും അമ്മയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഓൾറെഡി ഈ ഒരു വീഡിയോക്ക് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മലയാളികൾക്ക് എക്സ്പെഷ്യലി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. അവിടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളും പഞ്ചായത്ത് വാർഡും അതെല്ലാം ചോദിച്ച് പ്രവീൺ റെഡിയാക്കി വെച്ച് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോരാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വീഡിയോ അൺലിസ്റ്റ് ചെയ്ത സമയത്ത് പ്രണവ് ഈ വീഡിയോ കാണുകയും ഈ ഭാഗം എന്തിനാ ഇടുന്നേ എന്ന് ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കട്ട് ചെയ്യാതെ മലയാളികളുടെ സിമ്പതി പിടിച്ചു പറ്റാനായിരുന്നു ഈ പ്രവീൺ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പൊ അത് ചെയ്തത് മോശം എന്ന് തന്നെ പറയാം. കാരണം കാരണം ഇവരുടെ റിയാലിറ്റിയിൽ പറയുന്നുണ്ട് കൊച്ചു, അമ്മ, അച്ഛൻ ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രവീൺ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കും. കാരണം അവിടെ മൃദുലയും പ്രവീണും കൂടെ ഒരു സൈഡിൽ ഇരുന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ പറയുന്നതും കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ആ വീഡിയോ ഞാൻ വീണ്ടും പ്ലേ ചെയ്യുന്നില്ല. കാരണം അതിന് വീഡിയോ കണ്ട് നിങ്ങൾ ബോറടി ആവണ്ട. കാരണം നമ്മൾ ഒരുപാട് മില്യൺ കണക്കിന് ആളുകൾ ആ വീഡിയോസും അതുപോലെ കൊച്ചുവിൻ്റെതും അതുപോലെ തന്നെ പ്രവീണിന്റെ വീഡിയോസ് മില്യൺ കണക്കിന് ആളുകൾ തന്നെയാണ് അത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും നമ്മൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പറയാൻ വന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് പ്രവീൺ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ചെയ്തത്. അത് പോരാഞ്ഞിട്ട് തന്നെ ഈ ഒരു പ്രസവം നടന്ന സമയത്ത് പ്രവീൺ ഒരു ദിവസം വീട്ടിൽ പോയി അവിടെ സുഖമായിട്ട് കിടന്ന് കുളിച്ചൊക്കെ തന്നെയാ വന്നതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം തന്നെ, അതായത് കൊച്ചുവിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കേട്ടതോടുകൂടി തന്നെ ഇവരുടെ ഭാഗത്ത് തെറ്റല്ല എന്നുള്ളത് മലയാളികൾക്ക് അത് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹെയ്റ്റ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവീണിന്റെ ഭാര്യയായ മൃദുലയ്ക്കെതിരെയാണ്. കാരണം അവരുടെ ഓരോ കമന്റ് സെക്ഷൻ, ഇപ്പൊ കൊച്ചുവിന്റെ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ വീണ്ടും പ്രവീണിന്റെ വീഡിയോയിലേക്കാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നുള്ള രീതിയിലുള്ള കമന്റ് സെക്ഷനുകൾ നിറയുകയാണ്. അപ്പൊ എന്താണ് മൃദുലയുടെ റോൾ എന്ന് ചോദിച്ചാൽ ശരിക്കും ആ ഫാമിലിയിൽ എന്താ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു രീതിയിലുള്ള സത്യാവസ്ഥ അറിയില്ല. അപ്പൊ എന്താണ് അവരുടെ ഫാമിലിയിൽ സംഭവിച്ചത് എന്നുള്ളത് ഈ രണ്ട് കൂട്ടർക്ക് മാത്രമേ അറിയാവൂ. പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഈ ഒരു ഫാമിലി വ്ലോഗിനെ ഇങ്ങനെ ആളുകൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടാൻ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. കാരണം അതിന്റെ ആവശ്യമില്ല. ഇവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂ അത് വലിയ സംഭവമല്ല. അത് എത്രയോ വലിയ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്.
വയനാട് ദുരന്തം പോലെ തന്നെ പല രീതിയിൽ അതൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാര കേസുകളാണ്. ഇതിനൊക്കെ എന്തിനാണ് ഇത്രയും വലിയ സീൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അത് ആൾക്കാർക്ക് ഇട്ടുകൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കണ്ടിരുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ആണ് ഇപ്പോൾ ഒരു എന്താ പറയണ ഇങ്ങനെ എന്തോ അതിനോട് മറുപടി പറയാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലായി. അപ്പം എന്തായാലും ഇത് ശരിയായിട്ടുള്ള സംഭവമല്ല എന്ന് പറയണം. കാരണം നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ നിങ്ങൾ ഒരിക്കലും മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ നമ്മൾ പല മേഖലയിൽ കണ്ടിട്ടില്ല. അത് ബിഹൈൻഡ് ദ സീനിൽ തന്നെ അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ, കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫാമിലി കോംബോ തന്നെയാണ്, അല്ലാതെ പ്രവീണിന്റെയും മൃദുലയുടെയും കപ്പിൾ ബ്ലോഗ്സ് അല്ല. അത് ഒരുപാട് ആ കമന്റ് സെക്ഷനിൽ കണ്ടതാണ്. അതിലൂടെ തന്നെ ഒരുപാട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ ആൾക്കാരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു കപ്പിൾ ബ്ലോഗ്സിനോട് താല്പര്യമില്ല, എല്ലാവർക്കും ഫാമിലി ബ്ലോഗ്സിനോട് മാത്രമാണ് താല്പര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് പഴയ പോലെ നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ബ്ലോഗുമായിട്ട് തന്നെ മുന്നോട്ട് വരിക. എന്നാൽ മാത്രമേ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം അത് ഈ ഒരു ഫാമിലി ബ്ലോഗിനെ തന്നെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് 4.17 സംതിങ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫാമിലി പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങുക. നിങ്ങൾ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഇടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എക്സ്പെഷ്യലി അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ഒരുപാട് നിങ്ങളെ കണ്ടതാണ്, ഒരുപാട് നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഇതിൽ ഇങ്ങനെ ഒരു അവസ്ഥ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അത് ഇനി വേണ്ട. അഥവാ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇനി വീഡിയോ ഇടാതിരിക്കുക. അതുപോലെ തന്നെ പ്രവീണും മൃദുലയും നിങ്ങളും വീഡിയോ ഇടാതിരിക്കുക. നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കപ്പിൾ ബ്ലോഗ് കാണാനല്ല സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുന്നത്, എക്സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് കാണാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു സന്തോഷമുള്ള വീഡിയോസ് ഇടുമ്പോൾ മറുഭാഗത്തിരുന്ന് ഇവരുടെ അച്ഛനും അമ്മ കൊച്ചു അവരൊക്കെ സങ്കടപ്പെടുകയാണ്. കാരണം ആ ഒരു ലാസ്റ്റ് വീഡിയോയിൽ തന്നെ കൊച്ചു പറയുന്നുണ്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ. അത് അവരുടെ കരച്ചില് അവരുടെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ എക്സ്പ്രഷൻ മനസ്സിലാകുന്നുണ്ട് മലയാളികൾക്ക്. എന്നാൽ മറുവശത്താണെങ്കിൽ ഒരു ബർത്ത്ഡേ ആഘോഷം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഹാപ്പി മൊമെന്റ്സിൽ നിങ്ങളുടെ ഈ ഒരു കുടുംബത്തെ, അതായത് അച്ഛനും അമ്മയും കൊച്ചുവിനെയൊക്കെ ഉൾപ്പെടുത്താൻ നിങ്ങൾ മാക്സിമം ശ്രമിച്ചാൽ മാത്രമാണ് ഇനി ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് ഇരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ആ കമന്റ് സെക്ഷനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതും. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്.